തീർച്ചയായിട്ടും ഞങ്ങളിനി അതിൻ്റെ അടുത്ത ഭാഗമാണതല്ലേ. ഇപ്പോൾ ഞങ്ങൾ കേരള പോലീസ് ഇന്നെടുത്തൊരു തീരുമാനമാണ്. എക്സൈസുമായും വിദ്യാഭ്യാസ വകുപ്പുമായും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുടെ എല്ലാ സഹായം വേണ്ടി വരുന്നത് അത് അടുത്ത ഘട്ടമാണ്. അത് ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനകത്തിൽ അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതിനെപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിന് അനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ആരായാലും. അല്ല, ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടി ഉണ്ടാകും. ഇപ്പോൾ ആലപ്പുഴയിലെ സംഭവമാണ് പുതുതായി ഏറ്റവും പ്രധാനമായും വന്നത്. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച്, കോടതി പറഞ്ഞില്ല, ഞങ്ങളല്ല, രാഷ്ട്രീയമായി ചെയ്തതല്ല, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ആ SIT പ്രവർത്തിക്കുകയാണ്. ആ SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി കൈക്കൊള്ളും. ഇപ്പോൾ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. കാരണം റിപ്പോർട്ട് വരാതെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്നെ SIT രൂപീകരിച്ച് ഞാനങ്ങ് ചെയ്താൽ പോരാ, അതല്ലല്ലോ. അപ്പോൾ നമ്മൾ SIT രൂപീകരിച്ച് വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. ഞങ്ങൾ DGP ഒരു SIT രൂപീകരിച്ചു. അവരതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ്. ആ ഫാക്റ്റുകൾ പുറത്ത് വരട്ടെ. എന്താണ് എന്നുള്ളത് വസ്തുതകൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. വന്നിട്ട് റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.